നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ വരുന്ന ഓണക്കാലത്ത്, അതായത് ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുകയാണ്. അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അത് പറയുകയാണെങ്കിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഓണക്കാലത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായിട്ട് ഒരു ഗഡു തുക, അതായത് 2000 രൂപ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും ഉറപ്പായിട്ടുണ്ട്. എന്നാൽ മുൻ വർഷങ്ങൾ നമുക്കറിയാം, ഓണക്കാലത്ത് അടുത്ത മാസത്തെ പെൻഷൻ തുക കൂടി അഡ്വാൻസ് ആയിട്ട് നൽകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് മുൻപായി തന്നെ മുൻകാലങ്ങളിലെ ഓണക്കാലത്തൊക്കെ നമുക്ക് 3200 രൂപ, 1600 രണ്ട് ഗഡുക്കൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സോ അതേ രീതിയിൽ ഈ സർക്കാരും 2 ഗഡു പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള പ്രാഥമിക ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരാണ് ഇതിൽ അന്തിമ തീരുമാനവും അനുമതിയും നൽകേണ്ടതായിട്ടുള്ളത്. സർക്കാർ അനുമതി ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഓണക്കാലത്ത് പെൻഷൻകാർക്ക് 2 ഗഡുവായിട്ട് ആകെ 4000 രൂപ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യത തെളിയിക്കുക. അങ്ങനെ 2 ഗഡു തുക മുൻകൂറായിട്ട് ലഭിക്കുകയാണെങ്കിൽ അടുത്ത മാസത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ഓണക്കാലത്തെ പെൻഷൻ വിതരണ തീയതികളെക്കുറിച്ചും അതുപോലെ തന്നെ മുൻകൂറായിട്ട് പെൻഷൻ നൽകുന്നതിനെക്കുറിച്ചുമുള്ള അന്തിമ പ്രഖ്യാപനം അത് വരുന്ന ആഴ്ചയിൽ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് മാസത്തിലെ 3-ാം ആഴ്ചയോടുകൂടി സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. 4-ാമത്തെ ആഴ്ചയിലാണ് ഓണം വരുന്നത് എന്നതിനാൽ തന്നെ ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തന്നെ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിക്കാനുള്ള തകൃതിയായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ഗഡു പെൻഷൻ തുക അത് അനുവദിക്കുമോ, അതോ ഇനി 1 ഗഡു മാത്രമായിരിക്കുമോ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുക എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ വഴിയോ അറിയിപ്പുകൾ വഴിയോ ഉദ്യോഗസ്ഥലത്തിൽ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. സോ അന്തിമമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നവരെ ഈ കാര്യത്തിൽ എല്ലാവരും കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിലും ഓണത്തിന് മുൻപ് തന്നെ തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ തുക കൈപ്പറ്റുന്ന രീതികളിലെ മാറ്റങ്ങളെയും ഇളവുകളെയും സംബന്ധിച്ചുള്ള കാര്യമാണ്. നിലവിൽ 2 രീതിയിലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കുന്നത്. ഒന്ന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും, 2 കിടപ്പ് രോഗികൾ, അതോടൊപ്പം തന്നെ വയോധികർ, മറ്റ് അവശതയുള്ളവർ എന്നിവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുന്ന, അതായത് കൈകളിൽ നൽകുന്ന രീതിയിലുമാണ്. നിലവിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് വീടുകളിൽ നേരിട്ടാണ് തുക എത്തിച്ചു നൽകുന്നത്. ഭാവിയിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം പെൻഷൻ നൽകുമെന്നും അടിയന്തര സാഹചര്യമുള്ള കിടപ്പ് രോഗികൾക്ക് മാത്രമേ വീടുകളിൽ ഈ തുക എത്തിച്ചു നൽകുന്ന രീതി പിന്തുടരുകയുള്ളൂ എന്നും സർക്കാർ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഓണക്കാലത്തും അതോടൊപ്പം തന്നെ വരുന്ന കുറച്ച് മാസങ്ങൾ കൂടിയും നിലവിലെ രീതി തന്നെ തടസ്സങ്ങളില്ലാതെ തുടരുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുന്നു. അതായത് അക്കൗണ്ടിൽ വാങ്ങുന്നവർക്ക് അക്കൗണ്ട് വഴിയും കൈകളിൽ നേരിട്ട് വാങ്ങുന്നവർക്ക് ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിലും എത്തിച്ചു നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിതരണത്തിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല. കൈകളിൽ നേരിട്ട് തുക വാങ്ങുന്നവർ അക്കൗണ്ടിലേക്ക് മാറുന്നതിനായിട്ട് സർക്കാർ ആവശ്യത്തിന് അവർക്ക് സമയ സൗകര്യമൊക്കെ തന്നെ അനുവദിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് പെൻഷൻകാർ ഇപ്പോൾ യാതൊരു തിടുക്കവും കൂട്ടേണ്ടതായിട്ടില്ല. നിർദ്ദേശം വരുമ്പോൾ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, ഇവിടങ്ങളിലെത്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും. എന്നാൽ നേരിട്ട് തുക വാങ്ങുന്നവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻ വിഭാഗത്തിൽ അപേക്ഷ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഏത് നാഷണലൈസ്ഡ് ബാങ്കിലും പെൻഷനായിട്ട് അക്കൗണ്ട് ആരംഭിക്കാവുന്നതുമാണ്. അക്കൗണ്ട് എടുക്കുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരോട് സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ടുള്ള അക്കൗണ്ടാണ് എന്നും അതിനാൽ തന്നെ ആധാർ സീഡ് ചെയ്ത് നൽകണമെന്നും പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അത് ആക്റ്റീവാക്കി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള അറിയിപ്പ് പെൻഷൻ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള കാര്യമാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാകട്ടെ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരാകട്ടെ, പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാണ്. 2025 ഡിസംബർ 31 വരെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും ഈ വർഷത്തെ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് 2026 സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സർക്കാർ അതിനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സൗകര്യപ്രദമായിട്ടുള്ള ഏത് ദിവസവും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങൾ ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. നിങ്ങളുടെ പഞ്ചായത്തിലോ മറ്റ് ഓഫീസുകളിലോ സമർപ്പിക്കേണ്ടതില്ല. വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് സേവന പെൻഷൻ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കായിട്ട് ഹോം മസ്റ്ററിംഗ് സൗകര്യവും ലഭ്യമാണ്. ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അതായത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ എന്നിവരെയൊക്കെ തന്നെ വിവരം അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികളൊക്കെ തന്നെ വീടുകളിലെത്തി ഇത്തരത്തിൽ ഹോം മസ്റ്ററിംഗ് ചെയ്തു നൽകുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് 50 രൂപയുമാണ് നിശ്ചിത ഫീസ് വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിലും കൂടുതലൊക്കെ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ തന്നെ കൂടുതൽ ചിലപ്പോൾ ഈടാക്കിയേക്കാം.
സോ ആ കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഓണക്കാലത്ത് പെൻഷൻ മുടങ്ങാതിരിക്കാനും ഭാവിയിൽ തടസ്സങ്ങളില്ലാതെ പെൻഷൻ തുക ലഭിക്കാനും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.